എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻസ് റിസർച്ചിൻ്റെ പ്ലേലിസ്റ്റിൽ LPP ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ കൂടെ LPPയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം തന്നെയാണ്. 2 ഡിസിഷൻസ് വേരിയബിൾ ഉണ്ട്, കൂടാതെ എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതുകൊണ്ട് തന്നെ സ്ലാക്ക് വേരിയബിൾസിൻ്റെ ആവശ്യമുണ്ടല്ലോ. 3 കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് 3 സ്ലാക്ക് വേരിയബിൾസ് വേണം. 3 കൺസ്ട്രെയിൻസിലും S1, S2, S3 റെസ്പെക്റ്റീവ്ലി ആഡ് ചെയ്യുക. ഇനീക്വാളിറ്റീസ് ചേഞ്ച് ചെയ്ത് ഈക്വൽ സൈൻ ആക്കി മാറ്റുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്യുമ്പോൾ സ്ലാക്ക് വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് 0 ആക്കി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ആഡ് ചെയ്തെഴുതുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കുക. ബേസിക് ആയിട്ടുള്ള 3 കോളംസ് B, CB, XB. നെക്സ്റ്റ് 2 കോളംസ് ഡിസിഷൻ വേരിയബിൾസ് ആയ X1, X2. അടുത്ത 3 സ്ലാക്ക് വേരിയബിൾസ് S1, S2, S3. ഇനി നമുക്ക് XB കോളം മുതൽ ഫില്ല് ചെയ്ത് തുടങ്ങാമല്ലോ. കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് സൈഡിലെ കോൺസ്റ്റൻസ് ആണ് XB കോളത്തിൽ എഴുതേണ്ടത്. 2, 2, 9. അടുത്തതായി X1 കോളം ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഓരോ കൺസ്ട്രെയിൻസിലെയും X1 വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് ആണ് എടുക്കേണ്ടത്. ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റിൽ -2, രണ്ടാമത്തേതിൽ X1 മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ കോഎഫിഷ്യൻ്റ് 1. പിന്നെ ലാസ്റ്റ് കൺസ്ട്രെയിൻറ്റിൽ 3, അതായത് -2, 1, 3. ഇതേപോലെ തന്നെ X2 ഫില്ല് ചെയ്യാം. കൺസ്ട്രെയിൻസിലെ X2 വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് എടുക്കുക, അതായത് 1, -1, 2. ഇനി S1, S2, S3 കോളംസ് ആണ് വേണ്ടത്. S1 ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റിൽ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ കോഎഫിഷ്യൻ്റ് 1. ബാക്കി കൺസ്ട്രെയിൻസിൽ ഇല്ലാത്തത് കൊണ്ട് ആ പ്ലേസിലെല്ലാം 0 കൊടുക്കാം. അപ്പോൾ 1, 0, 0 എന്ന കോളം കിട്ടുമല്ലോ. S2 സെക്കൻഡ് കൺസ്ട്രെയിൻറ്റിൽ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് 0, 1, 0. S3 മൂന്നാമത്തേതിൽ മാത്രമേ ഉള്ളതുകൊണ്ട് 0, 0, 1 എന്ന് കിട്ടുന്നു. ഇനി B കോളം ഫില്ല് ചെയ്യാം. സിംപ്ലക്സ് ടേബിളിൽ യൂണിറ്റ് വെക്റ്റേഴ്സ് വന്നിരിക്കുന്നത് സ്ലാക്ക് വേരിയബിൾസിൻ്റെ കോളത്തിനാണല്ലോ. അപ്പോൾ B കോളം S1, S2, S3 എന്ന് ഫില്ല് ചെയ്യുക. ഇനി CB കോളം എങ്ങനെ ഫില്ല് ചെയ്യും? B കോളത്തിലുള്ള ബേസിക് വേരിയബിൾസിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള കോഎഫിഷ്യൻസ് ആണ് CB കോളത്തിൽ എഴുതേണ്ടത്, അതായത് 0, 0, 0. അങ്ങനെ സിംപ്ലക്സ് ടേബിളിൻ്റെ എല്ലാ കോളംസും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നെറ്റ് ഇവാലുവേഷൻ ΔJ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ZJ, CJ വാല്യൂസ് വേണം. ഫസ്റ്റ് ടേബിളിൽ ZJ വാല്യൂസ് എല്ലാം തന്നെ 0 ആയിരിക്കും. കാരണം എന്താണ്? CB കോളം വാല്യൂസ് എല്ലാം 0 ആയതുകൊണ്ട്. ZJ കോളം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മുന്നത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി CJ വാല്യൂസ് എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ആണ് എപ്പോഴും CJ വാല്യൂസ് ആയിട്ട് എഴുതാറ്. ഇവിടെ അത് 6, 4, 0, 0. അങ്ങനെ CJ വാല്യൂസും കിട്ടി. നെക്സ്റ്റ് നമുക്ക് ΔJ, അതായത് നെറ്റ് ഇവാലുവേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ZJ വാല്യൂസിൽ നിന്ന് CJ വാല്യൂസ് സബ്ട്രാക്ട് ചെയ്തിട്ട്. അപ്പോൾ ആദ്യത്തെ ZJ, CJ വാല്യൂസ് ആയ 0യും 6ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് -6 ആണ് കിട്ടുന്നത്. അടുത്ത വാല്യൂസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -4, പിന്നെ 0, 0, 0. മാക്സിമൈസേഷൻ പ്രോബ്ലംസിൽ എല്ലാ ΔJ വാല്യൂസും പോസിറ്റീവ് ആയെങ്കിൽ മാത്രമാണ് ഒപ്റ്റിമം അറ്റൈൻ ചെയ്തു എന്ന് നമ്മൾ പറയാറുള്ളൂ. ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. അതിൽ ഏറ്റവും നെഗറ്റിവിറ്റി -6നാണ്. -6 വന്നിട്ടുള്ളത് X1 കോളത്തിനാണ്. അതുകൊണ്ട് X1 ആണ് ഇവിടുത്തെ ഇൻകമിംഗ് വെക്റ്റർ. ഔട്ട് ഗോയിങ് വെക്റ്റർ കണ്ടുപിടിക്കാനായി XB കോളത്തിനെ ഇൻകമിംഗ് വെക്റ്ററായ X1, അതായത് X1 കോളത്തിലുള്ള വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മിനിമം റേഷ്യോ കോളം കിട്ടുന്നു, തീറ്റ. ആദ്യത്തെ XB വാല്യൂ 2നെ ആദ്യത്തെ X1 വാല്യൂ ആയ -2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1. അങ്ങനെ കറസ്പോണ്ടിങ് XB, X1 വാല്യൂസ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ തീറ്റ കോളം -1, 2, 3 എന്നിങ്ങനെ കിട്ടുന്നു. മിനിമം റേഷ്യോ കോളം തീറ്റയിൽ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വാല്യൂസിലെ ഏറ്റവും മിനിമം അത് 2 ആണ്. ആ 2ന് നേരെ കിടക്കുന്ന B കോളത്തിലെ വേരിയബിൾ ഏതാണ്? അത് S2 ആണ്. സോ S2 ആണ് നമ്മുടെ ഔട്ട് ഗോയിങ് വെക്റ്റർ. കീ റോ അഥവാ ഔട്ട് ഗോയിങ് വെക്റ്ററും കീ കോളം അഥവാ ഇൻകമിംഗ് വെക്റ്ററും കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റ് എന്താണ്? അതിനെയാണ് കീ എലമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ അത് 1 ആണ്.
കീ എലമെൻറ്റ് 1 ആയ സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിലേക്ക് ഈ റോ, അതായത് സെക്കൻഡ് റോയായിട്ട് തന്നെ ഒരു മാറ്റവും കൂടാതെ നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് കീ എലമെൻറ്റിൻ്റെ മുകളിലും താഴെയുള്ള വാല്യൂസ് 0 ആക്കി മാറ്റിയിട്ട് പുതിയ ടേബിളിലേക്ക് മാറ്റി എഴുതണം. സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിൽ ബി കോളത്തിൽ S2 പോയിട്ട് പകരം ആര് വരണം? ഇനി നമ്മുടെ ഇൻകമിംഗ് വെക്റ്ററായ x1 വരണം. CB കോളത്തിൽ അതേപോലെ തന്നെ x1ന് നേരെയുള്ള വാല്യൂ x1ൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള കോഎഫിഷ്യൻ്റ് എഴുതുക. സെക്കൻഡ് റോ അങ്ങനെ തന്നെ ഒരു മാറ്റവും കൂടാതെ എഴുതിയതിന് ശേഷം ഇനി ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്യാം. അതായത് കീ എലമെൻറ്റിന് മുകളിലുള്ള -2 0 ആക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? കീ എലമെൻറ്റ് 1 ആയിട്ടുള്ള സെക്കൻഡ് റോയിനെ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ കിട്ടിയ റോ ആ ഫസ്റ്റ് റോയുമായിട്ട് ആഡ് ചെയ്ത് എഴുതിയാൽ മതിയാവും. അതായത് -2ഉം +2ഉം കൂടെ 0 ആയി പൊക്കോളും. അതിനുവേണ്ടി കീ എലമെൻറ്റ് റോയിനെ നമുക്ക് ആദ്യം തന്നെ 2 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4, 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, പിന്നെ -2 0 2 0. ഇങ്ങനെ അവിടെ ഒന്ന് പെൻസിൽ കൊണ്ട് എഴുതി വയ്ക്കുക. ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നു. ഇനി ഈ വാല്യൂസ് ഫസ്റ്റ് റോയുമായി ആഡ് ചെയ്യുക. അപ്പോൾ 6 0 -1 1 2 0 അങ്ങനെ കിട്ടുന്നു. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തു വെച്ച വാല്യൂസ് മായ്ച്ചു കളയാം. നെക്സ്റ്റ് കീ എലമെൻറ്റിൻ്റെ താഴെയുള്ള 3നെയാണ് 0 ആക്കേണ്ടത്. ഇനി കീ എലമെൻറ്റ് റോയിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. തേർഡ് റോയിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 3 -3 0 3 0 അങ്ങനെ കിട്ടും. ഇനി അത് തേർഡ് റോയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ സിംപ്ലക്സ് ടേബിളിലെ തേർഡ് റോ 3 0 5 0 -3 1 എന്ന് കിട്ടുന്നു. അങ്ങനെ നമുക്ക് സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും ΔJ വാല്യൂസ് കണ്ടുപിടിച്ച് ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യണം. അതിനായി പുതിയ ZJ വാല്യൂസ് കണ്ടുപിടിക്കുക. 6 -6 0 6 0 എന്നാണ് കിട്ടുന്നത്. CJ വാല്യൂസിന് മാറ്റമൊന്നുമില്ല. 6 4 0 0 0. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ΔJ വാല്യൂസ് 0 -10 0 6 0 എന്ന് കിട്ടുന്നു. നെഗറ്റീവ് വന്നതുകൊണ്ട് ഒപ്റ്റിമം ആയിട്ടില്ല. സോ -10ന് നേരെയുള്ള ആ x2 എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ഇൻകമിംഗ് വെക്ടറായിട്ട് വരുന്നത്. ഇനി തീറ്റ കോളം കണ്ടുപിടിക്കാനായിട്ട് XB കോളത്തിനെ x2 കോളം വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ -6 -2 3/5 എന്ന് കിട്ടുന്നു. 3/5 ഡെസിമലാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണ്? ബാക്കി എല്ലാ തീറ്റ വാല്യൂസും നെഗറ്റീവാണ്. ഇവിടെ -6ഉം -2ഉം ആണ്. സോ ഒരേ ഒരു പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ 3/5 ആണ്. അപ്പോൾ ഇനി അതിനെ ഡെസിമലാക്കി മാറ്റേണ്ട കാര്യമില്ലല്ലോ. കാരണം ആ 3/5ന് തന്നെ നമുക്ക് മിനിമം റേഷ്യോ ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ആ 3/5ന് നേരെയുള്ള S3 ആണ് ഔട്ട് ഗോയിങ് റോ. അപ്പോൾ കീ എലമെൻ്റ് എന്താ? 5 ആണ് ഇവിടെ. ഇനി തേർഡ് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കാനായിട്ട് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം? നമ്പർ 1, ആദ്യം തന്നെ എന്ത് ചെയ്യണം? B കോളത്തിലുള്ള S3നെ മാറ്റി x2 ആക്കണം. രണ്ടാമതായിട്ടോ CB കോളത്തിൽ x2ൻ്റെ കോഎഫിഷ്യൻറ്റ് ചേർക്കണം. മൂന്നാമതായിട്ട് കീ എലമെൻറ്റ് 5 ആയതുകൊണ്ട് ആ റോനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കീ എലമെൻറ്റിനെ 1 ആക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് തേർഡ് സിംപ്ലക്സ് ടേബിൾ ഇങ്ങനെ കിട്ടുന്നു. നമുക്കിനി 0 ആക്കേണ്ടത് x2 കോളത്തിൽ ബാക്കിയുള്ള 2 -1കളെയാണ്. അത് 0 ആക്കാൻ 5 വെച്ച് ഡിവൈഡ് ചെയ്തു വെച്ച, അതായത് കീ എലമെൻറ്റ് 1 ആക്കി വെച്ചിരിക്കുന്ന ആ തേർഡ് റോ മറ്റ് 2 റോയായിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് നോക്കാം. ആദ്യം ഫസ്റ്റ് റോ XB വാല്യൂ 6 ആണല്ലോ. താഴെയുള്ള തേർഡ് റോയിലെ XB വാല്യൂ 3/5 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യും? 6 + 3/5. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തും ചെയ്യാം. എന്നാലും വേറൊരു എളുപ്പവഴി പറയാം. 3യുടെ ഡിനോമിനേറ്റർ 5 അല്ലേ? 6ന് ഡിനോമിനേറ്റർ ഉണ്ടോ? ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല. 6നൊരു ഡിനോമിനേറ്റർ ഉണ്ട്. ഡിനോമിനേറ്റർ ഇല്ല എന്നതിൻ്റെ മീനിങ് അവിടെ ഡിനോമിനേറ്റർ 1 ആണെന്നാണ്. അതായത് 6 എന്ന് പറഞ്ഞാൽ 6/1 ആണെന്നാണ് അർത്ഥം. അപ്പോൾ എന്താവും? 6/1 എന്നാക്കാം നമുക്ക് 6നെ. അപ്പോൾ 6/1 + 3/5 എന്നാവും. ഇനി ഡിനോമിനേറ്റർ 3യുടെ 5 അല്ലേ? 6ൻ്റെ ഇപ്പോൾ ഡിനോമിനേറ്റർ 1 ആണ്. ഇനി നമുക്ക് ഡിനോമിനേറ്റർ ഒന്ന് സെയിം ആക്കാം. അതായത് 5 തന്നെ ആക്കാം 6ൻ്റെ ഡിനോമിനേറ്ററും.
എന്ത് ചെയ്താൽ മതി? ആ 1നെ ഒരു 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഈ 6/1 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആണല്ലോ. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള 1നെ മാത്രം 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഫ്രാക്ഷൻ്റെ വാല്യൂ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി, അതായത് ആ ഫ്രാക്ഷൻ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടി ന്യൂമറേറ്ററിലും നമ്മളൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ആ വാല്യൂവിന് വ്യത്യാസം വരില്ല. കാരണം എന്താ? 5/5 എന്നുള്ള മീനിങ്ങിലല്ലേ ഇപ്പം മുകളിലും താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. 5/5 5/5 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ ഒരു നമ്പറിനെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. അതായത് ഒരു നമ്പറിനെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ള മീനിങ്ങേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്താലും, അതായത് മൾട്ടിപ്ലൈയോ ഡിവൈഡോ ചെയ്യുവാണെങ്കിൽ അതേ നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിലും അതേ പ്രക്രിയ തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിൽ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്താണോ ഉള്ളത് അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 × 5 ഡിവൈഡഡ് ബൈ 1 × 5, മുകളിലും താഴെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 6 × 5 എന്താ? 5 × 6 is 30. അപ്പോൾ താഴെയോ 1 × 5 5 ആവും. അപ്പോൾ 30/5 എന്നാവും. ഇനി 2 ഫ്രാക്ഷൻ്റെ നോക്കിയേ, ഡിനോമിനേറ്റർ സെയിം ആയി. ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്തിട്ട് സെയിം ഡിനോമിനേറ്ററായി 5 തന്നെ എഴുതിയാൽ മതി. അഡീഷൻ എളുപ്പമായില്ലേ? അതായത് 30 + 3 ദാറ്റ് ഈസ് 33/5 എന്ന് കിട്ടും. അപ്പോൾ പുതിയ XB വാല്യൂ 33/5. പിന്നെ 0യും 0യും ആഡ് ചെയ്യുമ്പോൾ 0, -1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 0, ദെൻ 1ഉം 0യും ആഡ് ചെയ്യുമ്പോൾ 1. നെക്സ്റ്റ് ഇനി 2ഉം -3/5 ആഡ് ചെയ്യണം. അതിനി എങ്ങനെയാണെന്ന് നോക്കാം. 2 + -3/5. 2നെ നമുക്ക് 2/1 എന്ന് എഴുതാമല്ലോ. പ്ലസും മൈനസും കൂടി ആവുമ്പോൾ അത് മൈനസ് ആയിട്ട് മാറും. അപ്പോൾ 2/1 -3/5 എന്നാവും. ഈ 2/1നെ ഡിനോമിനേറ്റർ 5 തന്നെ ആക്കാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും ഒരു 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 5/1 × 5 -3/5. അപ്പോൾ 2 × 5 ചെയ്യുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 1 × 5 5. അപ്പോൾ 10/5 -3/5. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് എഴുതിയാൽ മതി. 7/5. അപ്പോൾ S2ൻ്റെ വാല്യൂ 7/5 ആൻഡ് ലാസ്റ്റ് 2 വാല്യൂസ് ചെയ്യുമ്പോൾ 1/5 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് റോ കണ്ടുപിടിക്കാം. അതിന് ആദ്യം ഉണ്ടായിരുന്ന സെക്കൻഡ് റോയും കീ എലമെൻറ്റ് 1 ആക്കിയ റോയും കൂടെ ആഡ് ചെയ്യണം. കറസ്പോണ്ടിങ് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ 13/5 1 0 0 2/5 1/5 എന്നിങ്ങനെ കിട്ടുന്നു. അങ്ങനെ തേർഡ് സിംപ്ലക്സ് ടേബിൾ കഴിഞ്ഞു. എഗെയിൻ ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ ZJ വാല്യൂസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ 6 4 0 0 2 എന്ന് കിട്ടും. CJ വാല്യൂസ് സെയിം തന്നെയാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ΔJ വാല്യൂസ് ആയിട്ട് 0 0 0 2 എന്ന് കിട്ടുന്നു. എല്ലാ ΔJ വാല്യൂസും പോസിറ്റീവ് ആയതുകൊണ്ട് സൊല്യൂഷൻ ഒപ്റ്റിമം ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി ബി കോളം, അതായത് ബേസിസ് കോളവും XB കോളവും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സൊല്യൂഷൻ എഴുതേണ്ടത്. അതായത് ബിയിലുള്ള വേരിയബിൾസിനെല്ലാം XB കോളത്തിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. അതായത് S1ന് നേരെ 33/5, X1ന് നേരെ 13/5, X2ന് നേരെ 3/5. ബി കോളത്തിൽ ഇല്ലാത്ത S2ഉം S3യും എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. ഇനി മാക്സിമം വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതിനായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് എടുക്കേണ്ടത്. Z = 6x1 + 4x2. X1ൻ്റെയും X2ൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Z = 6നെ നമ്മൾ 6/1 എന്ന് എഴുതുക, ഇൻറ്റു X1ൻ്റെ വാല്യൂ 13/5 പ്ലസ് 4നെ 4/1 ആക്കുക, എന്നിട്ട് X2ൻ്റെ വാല്യൂ 3/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കേണ്ട കാര്യമില്ല. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ Z = 6 × 13 ഡിവൈഡഡ് ബൈ 1 × 5 പ്ലസ് 4 × 3/1 × 5. 6 × 13 78 ആണ്. 4 × 3 12. അപ്പോൾ 78/5 പ്ലസ് 12/5 എന്നാവും.
ഇപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, രണ്ടും സെയിം തന്നെയാണ്, 5 ആണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്ത് ആ 5 ഡിനോമിനേറ്ററായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 78ഉം 12ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിവൈഡഡ് ബൈ 5 എന്നാവും. അതിൻ്റെ ആൻസർ 18. അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ 18 ആണ്. അത് അറ്റൈൻ ചെയ്യുന്നത് എവിടെയാണ്? x1 13/5 ആകുമ്പോഴും x2 3/5 ആകുമ്പോഴുമാണ്. അപ്പോൾ ഒപ്റ്റിമം വാല്യൂ 18 ആണ് ഇസഡിൻ്റെ.